ഹലോ, നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് സർവനാം എന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. സർവനാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർവനാം എന്താണ്? പ്രോണൗൺ ആണ് അല്ലെ? പ്രോണൗൺ നമ്മൾ എവിടെയാ യൂസ് ചെയ്യാറ്? സംജ്ഞയ്ക്ക് പകരമായിട്ട്, നൗൺസിന് പകരമായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാറ്? പ്രോണൗൺസ് യൂസ് ചെയ്യാറ്. നൗൺ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സംജ്ഞ നമ്മൾ പഠിച്ചതല്ലേ അല്ലെ? 5 ടൈപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് ആക്ടിവിറ്റിയും ചെയ്തിട്ടുണ്ടായിരുന്നു. റൈറ്റ്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോണൗൺ ആണ്. ഓക്കെ, പ്രോണൗൺ എന്ന് പറഞ്ഞാൽ എന്താ? നൗൺസിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് അല്ലെ? जो शब्द संज्ञा के बदले प्रयुक्त होते हैं उन्हें हम प्रोनाउन कहते हैं अथवा सर्वनाम कहते हैं, है ना? എന്തൊക്കെയാണ് പ്രോണൗൺസിൽ വരാറ് അല്ലെ? അതൊരു വികാരി ശബ്ദാണ്. ആ വികാരി ശബ്ദത്തിന് പകരമായിട്ട് അല്ലെ നമ്മൾ നൗൺസ് യൂസ് മീൻസ് ഒരുപാട് നൗൺസ് വരുന്ന സമയത്ത് അതിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണെന്ന് നമ്മൾ റിപ്പീറ്റഡ്ലി പറയുന്നുണ്ട്. എവിടെയാ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നൗൺസ് യൂസ് ചെയ്യാറ്? ഒരു സ്റ്റോറി ഒക്കെ വരുമ്പം, ശരിയല്ലേ? എന്തൊക്കെയാ സ്റ്റോറീസിൽ വരാറ്? ഒരാളുടെ പേര്, ഇല്ലെങ്കിൽ ഒരു എന്താ പറയുക, കാട്ടിലൊരു രാജാവ് ഉണ്ടായിരുന്നു, രാജാവിന്റെ പേര് ഇതായിരുന്നു. അങ്ങനെ ആ പേരിങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പോകുമ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ കുറെ വേർഡ്സ് യൂസ് ചെയ്യും, ശരിയല്ലേ? എങ്ങനെയാ? ഫോർ എക്സാമ്പിൾ, ജैसे, मैं, तू, तुम, वह, यह, ये, ഇതൊക്കെ എന്താണ്? സർവനാമാണ്, പ്രോണൗൺസ് ആണ് അല്ലെ? എന്താണ് പ്രോണൗൺസ്? എന്തായിരുന്നു? जो शब्द संज्ञा के बदले प्रयुक्त होते हैं उसे हम സർവനാം कहते हैं. മനസ്സിലായോ എന്താ സർവനാം എന്നുള്ളത്? ഇത്രയും ഇതാക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യും? സർവനാം എന്ന് പറയുന്നുണ്ട് അല്ലെ? സർവനാം ഇനി എത്ര ടൈപ്സ് ഉണ്ട് നമുക്ക് സർവനാം എന്ന് പറയണത്? എത്ര ടൈപ്സ് ഉണ്ട്? നിങ്ങൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. 6 ടൈപ്പ് ഓഫ് സർവനാംസ് ആണുള്ളത്. എത്ര ടൈപ്പാണ് നമുക്കുള്ളത് സർവനാം എന്ന് പറയുന്നത്? 6 ടൈപ്സിലാണ് നമുക്ക് സർവനാം ഉള്ളത്. ഫസ്റ്റ് വൺ പുരുഷവാചക് സർവനാമാണ്. ഫസ്റ്റ് വൺ എന്താണ്? പുരുഷവാചക് സർവനാമാണ്. രണ്ടാമത്തത് നിശ്ചയവാചക് സർവനാം. സെക്കൻഡ് വൺ എന്താണ്? നിശ്ചയവാചക് സർവനാം. തേർഡ് വൺ അനിശ്ചയവാചക് സർവനാം. മൂന്നാമത്തത് എന്താണ്? അനിശ്ചയവാചക് സർവനാം. നാലാമത്തത് സംബന്ധവാചക് സർവനാമാണ്. ഫോർത്ത് വൺ ഏതാണ്? സംബന്ധവാചക് സർവനാം. ഫിഫ്ത് വൺ പ്രശ്നവാചക് സർവനാമാണ്. എന്താണ് അഞ്ചാമത്തത്? പ്രശ്നവാചക് സർവനാം. ആൻഡ് ദ ലാസ്റ്റ് സിക്സ്ത് വൺ ഇറ്റ് ഈസ് നിജവാചക് സർവനാം അല്ലെ? എന്താണ്? നിജവാചക് സർവനാമാണ്. വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് നോക്കാം ഒന്നും കൂടെ. പുരുഷവാചക് സർവനാം, നിശ്ചയവാചക് സർവനാം, അനിശ്ചയവാചക് സർവനാം, സംബന്ധവാചക് സർവനാം, പ്രശ്നവാചക് സർവനാം ആൻഡ് ദ ലാസ്റ്റ് വൺ നിജവാചക് സർവനാം. അപ്പം അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അല്ലെ ഓരോരോ സർവനാമിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം ഇതേപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.